കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാം എന്നുള്ള ഒരു വിഷയം ആസ്പദമാക്കി സഭയിലുള്ള സൗരന്മാർ ചുമതലപ്പെട്ടവർ പറഞ്ഞതനുസരിച്ച് വളരെ ചുരുക്കമായി ഒരു 3 ക്ലാസ്സുകൊണ്ട് ഈ വിഷയം എടുത്തു തീർക്കാം എന്ന് ഞാൻ കരുതി. വളരെ ദീർഘമായിട്ട് ഇനിയും വേണമെങ്കിൽ ചിന്തിക്കാം, എന്നാൽ വേണ്ട, മനസ്സിൽ തങ്ങി നിൽക്കണം, പ്രായോഗികമാക്കി തീർക്കണം. ഒരു 3 ക്ലാസ് കൊണ്ട് അത് തീർക്കാം എന്ന് കരുതി കഴിഞ്ഞ 2 ക്ലാസ്സുകൾ എടുത്തു. ഈ ക്ലാസ് കൊണ്ട് പ്രിയ ഡെനി ഓർമ്മിച്ച പോലെ ഞാൻ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു പ്രായോഗികമായ ക്രിസ്ത്യൻ ജീവിതത്തിൽ എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകണമെന്ന് ദൈവം ആഹ്വാനം ചെയ്തു. ദൈവം നമ്മളോടൊരു കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവം അതിനു വേണ്ട പ്രൊവിഷൻ തന്നിരിക്കും. നമ്മളെ കൊണ്ട് അസാധ്യമായത് ഒന്നും ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെടില്ല. അവൻ വിശുദ്ധനാണ്, വിശുദ്ധരായി ജീവിപ്പാൻ ദൈവം വേണ്ട എല്ലാ പ്രൊവിഷനും നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവജനത്തെ ആധാരമാക്കി കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചതിന്റെ പ്രാധാന്യതയെ ഓർപ്പിച്ച് ഞാൻ അടുത്ത സെഷനിലേക്ക് ഇന്ന് പ്രവേശിക്കാം എന്നാഗ്രഹിക്കുകയാണ്. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 4 നമ്മൾ അവിടെ ധ്യാനിച്ച വിഷയമാണ്. എന്നാലും ഒന്നുകൂടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടി ആ ഭാഗത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് പോകാം. ഓർത്തതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് പ്രയോജനം ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാര്, പ്രായമുള്ളവരും ഇത് പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം കരുണയ്യട്ടെ. 4-ാം അധ്യായത്തിന്റെ 22 തൊട്ടും 24 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. നമ്മൾ കണ്ടു, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ 2 വ്യക്തിത്വമുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയ പോലെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, ഉപേക്ഷിക്കണം. പുതിയ മനുഷ്യൻ വളരുവാൻ അനുവദിക്കണം. നമ്മളിൽ ഏത് വ്യക്തിത്വമാണ്, പഴയ മനുഷ്യനാണോ പുതിയ മനുഷ്യനാണോ ജീവിക്കുന്നത്, അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ജീവിതം പ്രായോഗികം എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മൾ ഓർത്തു, ഒരു വിശ്വാസിയിൽ മാത്രമേ ഇതുള്ളൂ. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയില് പഴയ മനുഷ്യനുണ്ടെന്ന് പറയില്ല. ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിയുമ്പോഴാണ് മുമ്പുള്ള, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതത്തെ ആ പഴയ മനുഷ്യനായി തിരുവചനത്തിൽ ഓർമ്മിച്ചിരിക്കുന്നു. ഈ പഴയ മനുഷ്യന്റെ ക്യാരക്ടറും പുതിയ മനുഷ്യന്റെ ക്യാരക്ടറും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓടിച്ച് ചിന്തിച്ചതാണ്. പഴയ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ചതി മോഹങ്ങളാൽ വഷളായി പോകുന്നു. ലസ്റ്റിലൂടെയാണ്, മോഹത്തിലൂടെയാണ് പഴയ മനുഷ്യൻ പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായ തിരുവചനത്തിലൂടെ കണ്ടു. എന്നാൽ പുതിയ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. ക്രിസ്തുവിന്റെ ക്യാരക്ടറാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം നമ്മളെ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ്. നമ്മൾ ഓർത്തു, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഒരു വിശ്വാസിയിലുമുണ്ട്. ആരാണ് ജീവിക്കുന്നതോ അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. കൊരിന്ത്യയിലെ വിശ്വാസികളെ, അതിൽ ഒരു വലിയ സമൂഹത്തെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വെറും മനുഷ്യരാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ യു ആർ മിയർ മെൻ, യു ആർ ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൺ. യാതൊരു വ്യത്യാസവുമില്ല. ഈർഷ്യ, പിണക്കം, പ്രശ്നങ്ങൾ, ദ്വന്ദ്വപക്ഷങ്ങൾ, ഇതൊക്കെ അവരിൽ ജീവിക്കുമ്പോൾ that was from the old man. ആ പഴയ മനുഷ്യന്റെ ക്യാരക്ടറാണ് അവിടെ വെളിപ്പെട്ടത്. ആ മനുഷ്യരെ നോക്കിക്കൊണ്ട്, കൊരിന്ത്യരെ നോക്കിക്കൊണ്ട് പൗലോസ് എഴുതിയ വാക്ക് ശ്രദ്ധേയമാണ്. യു ആർ മിയർ മെൻ.
നിങ്ങൾ വെറും മനുഷ്യരാണ്. നിങ്ങളൊരു ആത്മീയത്വത്തിന്റെ ഒന്നും നിങ്ങളില്ല. എന്നാൽ ആ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആരാണ് ആത്മീയര്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ആ ക്രിസ്തുവിന്റെ ക്യാരക്ടർ വെളിപ്പെടുന്നവരാണ് ആത്മീയരെന്ന് കൊരിന്ത്യർ ലേഖനത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് അതാണ്. ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയണം, ഉരിഞ്ഞു കളയണം, കാസ്റ്റ് ഹിം ഔട്ട്. നമ്മൾ കണ്ടു, ഇസ്മായിലും ഇസഹാക്കും കൂടെ ഒരു വീട്ടിൽ ജീവിക്കുന്നില്ല. ഇസ്മായിലിനെ പുറത്താക്കി കളയണം. യാതൊരു കരുണയും ദൈവം കാണിച്ചില്ല. കാസ്റ്റ് ഹിം ഔട്ട്, അവനെ പുറത്ത് കളയണം. ഇസഹാക്ക് അവിടെ വളരണം, വാഗ്ദത്ത സന്തതി വളരണം. ദൈവം നമ്മളിൽ സൃഷ്ടിച്ച ഈ പുതിയ മനുഷ്യൻ വളരുവാനായിട്ട് എങ്ങനെ വളരണം? ആ വളരുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തില് ആത്മികത്വം പ്രകടമാകും എന്ന് നമ്മൾ കാണുകയുണ്ട്. നമ്മൾ ഓർത്തു, ഈ പഴയ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ചതിമോഹങ്ങൾ, ത്രൂ ദ ലസ്റ്റ്. നമ്മൾ ഓർക്കണം, ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കള് കർത്താവിന്റെ വരവിൽ രൂപാന്തരപ്പെടുന്നത് വരെ, അന്ന് വരെ ഈ പഴയ മനുഷ്യൻ നമ്മളുണ്ട്. അന്ന് വരെ നമുക്ക് പഴയ ജീവിതം വേണമെങ്കിൽ ജീവിക്കാം, യാതൊരു വ്യത്യാസമില്ലാതെ. പഴയ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ ഈ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ. പഴയ മനുഷ്യൻ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, കൊരിന്ത്യരെ നോക്കി നിങ്ങൾ വെറും മനുഷ്യരാണെന്ന് പറയത്തക്കവണ്ണം യാതൊരു ആത്മീയത്വം ഇല്ലാത്ത ഒരു ജീവിതമായി അത് മാറും. നമുക്ക് എങ്ങനെ ആത്മീയരായി ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മൾ ചിന്തിച്ചു, ഈ പഴയ മനുഷ്യൻ ചതിമോഹങ്ങളാണ് വഷളായി പോകുന്നത്. നമ്മുടെ ചിന്തയാണ് അതിന് ആധാരമായിരിക്കുന്നത്. മോഹിക്കരുത്. ആ മോഹമാണ് പഴയ മനുഷ്യനെ ബലപ്പെടുത്തുന്നതും നമ്മളെ ചതിക്കുന്നതും. മോഹം, ലസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. നമുക്ക് വേണം, അതിയായ ഒരു വാഞ്ച നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയാണ്. നമ്മൾ അതിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ ജീവിതം മുഴുവൻ പിന്നെ അതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. പല കാര്യങ്ങളിൽ മോഹിക്കാം. അധ്യായത്തിൽ മോഹിക്കരുതെന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രമല്ല, വസ്തുക്കള്, സ്വത്തുക്കള്, ഇങ്ങനെയുള്ള ലോക മനുഷ്യനെ പോലെ ജീവിക്കത്തക്കവണ്ണമുള്ളതൊക്കെ മോഹിക്കരുത് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് അപഗ്രഥിച്ച് പഠിക്കാൻ കഴിയും. ഇതോടുള്ള ബന്ധത്തിൽ പ്രായോഗിക വശത്തിലേക്ക് നമ്മൾ ചിന്തിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ആ പുതിയ ഭാഗത്തിലേക്ക് വരികയാണ്. റോമലേഖനം നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. 13-ാം അധ്യായം, Romans chapter 13. Romans chapter 13 and verses 14. One of the key verses in relation to this. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ കീ ആയിട്ടുള്ള ഒരു വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഗത്തിനായി ചിന്തിക്കരുത്. ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ക്രിസ്തുവിന്റെ ക്യാരക്ടർ, അത് ധരിച്ചുകൊള്ളുവാൻ പറഞ്ഞു. നമ്മളെ മറ്റുള്ളവർ ദർശിക്കുമ്പോൾ നമ്മൾ എന്ത് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം കാണുന്നത്. നമ്മുടെ വ്യക്തിത്വം ആദ്യം അളക്കുന്നതും നമ്മൾ എന്ത് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിൽ നടന്ന ആന്തരിക പരിവർത്തനം, ആ പുതിയ മനുഷ്യനെ ധരിച്ചു, അല്ലെങ്കിൽ നമ്മളിൽ ബാഹ്യമായി മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം നമ്മളത് പുറമേ ധരിക്കുവാനായിട്ട് ആവശ്യമാണ്. എന്നിട്ട് അതോട് ചേർത്ത് പറഞ്ഞു, മോഹങ്ങൾ ജനിക്കുവാൻ ജനത്തിനായി ചിന്തിക്കരുത്. അവിടെയും എടുത്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദാവീദിന്റെ ജീവിതത്തിന്റെ പരാജയം നമ്മൾ കണ്ടു. എന്നാൽ 51-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ ദാവീദ് അനുദപിച്ച് നാഥാൻ പ്രവാചകൻ വന്ന് നീയാണ് ഈ കുറ്റം ചെയ്തത് എന്നുള്ളത് ബോധ്യം വരുത്തിയ ശേഷം ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് അനുദപിച്ച് ഏറ്റുപറയുമ്പോൾ താൻ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഈ 51-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി തന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ദാവീദിന് മനസ്സിലായി. 10-ാം വാക്യം നോക്കിയാട്ടെ. സങ്കീർത്തനങ്ങൾ 51-ന്റെ 10-ാം വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അവിടെ create in me a clean heart of God. Create in me a clean heart of God. ദൈവമേ,
എന്നിലൊരു നിർമ്മലമായ ശുദ്ധിയുള്ള ഒരു ഹൃദയം തരണമേ. അതിന്റെ 7-ാം വാക്യത്തില് ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. പഴയ നിയമ ഏടുകൾ പഠിച്ചാൽ ഈസോപ്പ് ഉപയോഗിക്കുന്നത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ സമയമാണ്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ വേളയിൽ അവനെ ലേവ്യ പുസ്തകം 14 ആദ്യത്തെ 8 വാക്യങ്ങൾ എടുത്താൽ അറിയാം. ഒരു കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുമ്പോൾ ഈസോപ്പിന്റെ അത് അവിടെ ആവശ്യമാണ്. ഈസോപ്പ് കൊണ്ട് തന്നെ കരുതണം. ദാവീദ് മനസ്സിലായി താൻ ഒരു കുഷ്ഠരോഗിയാണ്, താൻ ദൈവത്തിന്റെ സന്നിധിയില് ഒരു വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ കുഷ്ഠം നിറഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് ഈസോപ്പ് കൊണ്ട് കഴുകൽ വേണം. എന്റെ പ്രശ്നം എന്റെ ഹൃദയമാണ്. Create in me a clean heart, O God, and renew a steadfast spirit within me. ദാവീദിന്റെ പ്രശ്നം ഹൃദയമായി. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മൾ പല വാക്യങ്ങൾ എടുത്തു നോക്കി. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം സദൃശവാക്യം 23:7 കണ്ടു. For a man thinketh in his heart so is he. ഒരു മനുഷ്യൻ ഹൃദയത്തിൽ ചിന്തിക്കുന്ന പോലെയാണ്. മലയാളത്തിൽ ഭാഷാന്തരത്തിൽ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്ന പോലെയാണെന്ന്, ഇംഗ്ലീഷിൽ തിങ്ക് എന്ന പോലെയാണ്. For as a man thinketh in his heart, അവൻ ചിന്തിക്കുന്ന പോലെയാണ് അവന്റെ വ്യക്തിത്വം. അതുകൊണ്ട് നമുക്ക് നൽകിയ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയോടെ വായിച്ചിട്ട് നമുക്ക് പുതിയ വിഷയത്തിലേക്ക് പോകാം. നമുക്ക് സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. സദൃശവാക്യം 4:23 ഒരു കൽപ്പനയാണ്. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളും. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് ആകുന്നുവല്ലോ. Keep your heart with all diligence, for out of it springs the issues of life. Issues of life. How you are going to live? It comes from your heart. So you need to keep your heart with all diligence. ഹൃദയത്തെ സൂക്ഷിക്കണം. ഹൃദയത്തിൽ അരുതാത്തത് കടന്നു വരുവാൻ അനുവദിക്കരുത്. ദാവീദ് അനുവദിച്ചു. അതിന്റെ പരിണിത ഫലം നമ്മൾ കണ്ടു. ജീവിതത്തിൽ നമുക്കും അത് സംഭവിക്കാം. We need to keep our heart with all diligence. എന്റെ ഹൃദയത്തിൽ എന്ത് കടന്നു വരണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ മനുഷ്യ ഹൃദയത്തെ കുറിച്ച് നമുക്ക് ഇനിയുള്ള സമയത്ത് ആ വിഷയം ഒന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ വിടട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം, ആത്മിക ജീവിതം നിലനിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരത്തെ ആസ്പദമാക്കിയാണ്. What we are inside will be what we are outside. നമ്മൾ അകമേ എന്തായിരിക്കുന്നു അതായിരിക്കും പുറമേ ഉള്ളത്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം എന്ത് വില കൊടുത്തോ സൂക്ഷിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടംപെട്ടവരാണ്. ആ ഹൃദയത്തെ സൂക്ഷിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയില്ല. അരുതാത്തത് ജീവിതത്തിൽ കടന്നു വരാതെ നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് chapter 4 verses 8. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നമുക്ക് അവിടെ തൊട്ട് ഇതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വന്ന് നോക്കാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും. ഞാൻ ഇംഗ്ലീഷിലൂടെ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇംഗ്ലീഷിലൂടെ ആ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കൽപ്പന തരികയാണ് വിശ്വാസികൾക്ക്. നമ്മൾ ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് ചിന്തിപ്പാനായിട്ട് സാധിക്കുന്ന ഒരു വാക്യമാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. Finally, brethren, whatsoever things are true, whatsoever things are noble, whatsoever things are just, whatever things are pure, whatever things are lovely, whatever things are good report, if there is any virtues, if there is anything praiseworthy, meditate on these things. Meditate on these things. ഈ കാര്യങ്ങളെ ധ്യാനിച്ചു കൊള്ളണം.
മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. ഈ കാര്യങ്ങളെ ധ്യാനിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ മനസ്സിനെ കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ മൈൻഡ് വിൽ എൻഗേജ് ഇൻ സംതിങ് ഓൾവേസ്. നമ്മുടെ മനസ്സൊരിക്കലും ശൂന്യമായി ഇടാൻ ഒക്കില്ല. നമ്മുടെ മനസ്സ് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ എൻഗേജ് ഇൻ സംതിങ്. രണ്ടാമത്, നമ്മുടെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങളോട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല. ഒന്നുകിൽ ഇവിടെ പറഞ്ഞ പോലെ പ്രേസ്വർത്തിയായ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ മറ്റ് അരുതാത്ത കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഓർത്തതുപോലെ we can think only one thing in our mind. നമ്മുടെ മനസ്സിൽ ഒരു കാര്യമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇവിടെ വായിക്കുന്നു നമ്മൾ എന്ത് ചിന്തിക്കണം, what we should meditate. ഇതിനെക്കുറിച്ച് വേദ പണ്ഡിതരുടെ അഭിപ്രായം ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവര് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് എന്നാണ് ഇതിന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിലെ പോസിറ്റീവ് തിങ്കിങ് അവരിങ്ങനെ പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് an എക്സ്പ്ലോസീവ് പവർ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവോടുള്ള സ്നേഹം മൂലം നമ്മൾ ഈ പുതിയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇത് ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് മറ്റതിനെ തെള്ളിക്കളയുവാൻ ഒരു ശക്തി ഉണ്ട്. നമ്മൾ ആരംഭ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു, ഒരു കാക്കയുടെ കൂട്ടിലാണ് കുയില് പോയി മുട്ടയിടുന്നത്. ഈ കുക്കു അതിനകത്ത് മുട്ടയിടുന്നത്. ഈ കുക്കുവിന്റെ തൂവലും കറുത്തതാണ്, കാക്ക കുഞ്ഞിന്റെയും തൂവലും കറുത്തതാണ്. ഈ കാക്ക അറിയുന്നില്ല ഇത് കുയിലിന്റെ കുഞ്ഞാണോ കാക്കയുടെ കുഞ്ഞാണോ എന്ന് അറിയില്ല. അത് തീറ്റി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ തീറ്റി കൊടുത്ത് ഏതിനാണ് ശക്തി കിട്ടുന്നത്, ഏതാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണം കഴിച്ച് ശക്തിപ്പെടുന്നത് മറ്റതിനെ തള്ളി താഴെ കളയും. കുക്കുവാണ് ബലപ്പെടുന്നതെങ്കിൽ കാക്കക്കുഞ്ഞിനെ തള്ളിക്കളയും. കാക്കക്കുഞ്ഞാണ് ശക്തിപ്പെടുന്നതെങ്കിൽ കുക്കുവിനെ തള്ളി താഴെ കളയും. നമ്മൾ ഇവിടെ നോക്കുക, ദിസ് എക്സ്പ്രസീവ് പവർ, തള്ളിക്കളയുവാനുള്ള ഒരു ശക്തി നമ്മുടെ പുതിയ മനുഷ്യനെ ശക്തിപ്പെടുത്തിയാൽ, if we are going to meditate on these virtuous things that is mentioned here, this is a positive aspect in our spiritual life. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രത്യേക ശക്തി നമുക്ക് പകരുന്നതായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഭക്തന്മാരായ മനുഷ്യരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ശോഭിച്ചതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവായിരുന്നു അവരുടെ ധ്യാന വിഷയം. പൗലോസ് പറയുന്നുണ്ട്, എന്റെ ജീവനായ ക്രിസ്തു, എന്റെ ജീവനായ ക്രിസ്തു, ക്രൈസ്റ്റ് മൈ ലൈഫ്, ഹിസ് ഹോൾ ലൈഫ് ഈസ് ക്രിസ്തു. ചിലര് പറയത്തില്ലേ, ദാറ്റ് സ്പോർട്സ് ഈസ് മൈ ലൈഫ്. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ്, എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്, എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറയും. എന്നാൽ ഭക്തനായ പൗലോസ് എന്താ പറഞ്ഞേ, ക്രൈസ്റ്റ് മൈ ലൈഫ്, എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ നമ്മള് പാട്ടുകളൊക്കെ പാടാറുണ്ട്. അനേക പാട്ടുകള്, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി യേശുവേ. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവനെ കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞ് ആ ജീവിതമാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. ഈ കാര്യങ്ങളെ ധ്യാനിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ചു നോക്കിയാൽ, ബൈബിളിൽ ശ്രദ്ധിക്കുമ്പോൾ ഈ ബൈബിളിന്റെ ആദ്യത്തെ പേജ് തുടങ്ങി അവസാനത്തെ പേജ് വരെ യേശുക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകൾ ഓർത്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയേണ്ടത്. ഞാൻ പല ഞായറാഴ്ചയും മൗനമായിട്ടൂടെ ഇരിക്കുന്നത്. 365 ദിവസം കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. അതിന്റെ ആദ്യത്തെ പേജുകൾ തുടങ്ങി യേശുക്രിസ്തുവിനെ കുറിച്ചാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ആ നിഴലുകളിലൂടെയും ആ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളിലൂടെയും ഒക്കെ യാഗങ്ങൾ എടുത്ത ആ യാഗങ്ങളിൽ മുഴുവൻ ക്രിസ്തുവാണ്. രാവിലെ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് കേട്ടു, അത് ക്രിസ്തുവാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് എന്തിനു പറയുന്നു, സമാഗമന കൂടാരം, അത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. ശലോമോന്റെ മേശയിലെ ഭക്ഷണം, അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്ത് വിത്താലും anything you take, it is concerning Christ. ദൈവം അങ്ങനെയാണ് ഈ വചനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ദൈവം ക്രമീകരിച്ച് തന്നത് നമ്മൾ ഓർക്കണം. ഈ വചനം
നമ്മുടെ ചിന്തിക്കുന്നതിലുപരി ഡീപ്പാണ് ഈ ദൈവത്തിന്റെ വചനം. നമ്മുടെ ആയുസ് മുഴുവനിരുന്ന് പഠിച്ചാൽ നമുക്കിതിന്റെ ഒരു അംശമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പോകും. കാരണം അത് പഠിക്കുന്നതോറുമാണ് ഇതിന്റെ ആഴവും ഇതിന്റെ ഡെപ്തൊക്കെ മനസ്സിലായി വരുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ ദൈവം ഇതെല്ലാം ക്രമീകരിച്ച് തന്നിരിക്കുക നമുക്ക്. എന്നിട്ട് ദൈവം നമ്മളോടൊരു കാര്യം പറയുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. നമുക്ക് ഇപ്പൊ സമയം ആ വാക്യത്തിൽ നമുക്കൊന്ന് സമയം ചെലവഴിക്കാം. 2 കൊരിന്ത്യൻസ് chapter 3 നമ്മൾ ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 കൊരിന്ത്യൻസ് chapter 3 verses 18 വളരെ പ്രാധാന്യതയുള്ള ഒരു വാക്യം. ആ വാക്യം നമുക്ക് അല്പസമയം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവെന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആരൊക്കെയാണ് ഇവിടെ വായിക്കുന്നു? നാം എല്ലാവരും. പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ, ആത്മാവ് രേഖപ്പെടുത്തുമ്പോൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആരാണ്? മൂടുപടം നീങ്ങിയ മുഖം, unveiled face with unveiled face. ഞാൻ ഒരു നിമിഷം അവിടെ നിന്നോട്ടെ. എന്താണ് ഈ വെയിൽ ചെയ്ത ഫേസ്? അതായത് മൂടിയിരിക്കുന്ന മുഖം എന്താണ്? പാപം മൂലം ഞാൻ വാക്യങ്ങൾ എടുക്കാം. ഇസ്രായേലിന്റെ ദൈവം അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്തപ്പോ അവരെ എങ്ങനെ ആശീർവദിക്കണമെന്ന് മോശയോട് ദൈവം പറഞ്ഞു. സംഖ്യാപുസ്തകം 6-ാം അധ്യായം എടുത്താട്ടെ. അനേക വിവാഹ വേളകളിൽ അവസാനം ഈ വാക്യങ്ങള് വായിക്കാറുണ്ട്. ഞാനും ഒരുപാട് വിവാഹം നടത്തുമ്പോൾ ഈ വാക്യം എടുത്ത് ഞാൻ പറയാറുണ്ട്, കൺക്ലൂഷനായിട്ട് പറയാറുണ്ട്. നമ്പേഴ്സ് ചാപ്റ്റർ 6 അവിടെ ആ വാക്യം അത്ര ദൈവം ഇസ്രായേൽ മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. നമ്പേഴ്സ് ചാപ്റ്റർ 6 verses 24 onwards. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമെന്ന് നമുക്ക് 23 തൊട്ട് വായിക്കാം. നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്ന്. അപ്പോൾ അവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ വാക്യം. എന്താണ് പറഞ്ഞത്? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇവിടെ നോക്കാട്ടെ, ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കാൻ പറഞ്ഞ അനുഗ്രഹം ഇതാണ്. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച്. The Lord will lift up his face upon you. The Lord will make his face shine upon you. ദൈവത്തിന്റെ മുഖശോഭ നിന്റെ മേൽ ഉദിപ്പിച്ച്. സോന്മാരെ, നമ്മുടെ 2 കൊരിന്ത്യർ 3:18 മൂടുപടം നീങ്ങിയ മുഖം. മൂടുപടം ഇട്ട മുഖം എന്ന് പറഞ്ഞാൽ അന്യോന്യം കാണുവാൻ ബുദ്ധിമുട്ടാണ്. There is no communion. പാപം മൂലം ഇസ്രായേൽ മക്കള് പാപം ഇത് കമ്മ്യൂണിയൻ ഇതങ്ങനെ പറഞ്ഞു. ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കൾ അനുസരണക്കേട് കാണിച്ചപ്പോ, ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോ, ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കാം. ജെരമ്യാ പ്രവചനം 18 നോക്കാട്ടെ. ജെരമ്യാ 18 അവിടെ ദൈവം അവരോട് പറയുന്ന വാക്ക് നോക്കാട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ 2 കൊരിന്ത്യർ 3 പറഞ്ഞിരിക്കുന്ന ഈ മൂടുപടം നീങ്ങിയ മുഖം എന്നുള്ളത്. ജെരമ്യാവ് 18-ാമത്തെ വാക്യം. ജെരമ്യാ chapter 18 verses 17. കിഴക്കൻ കാറ്റ് കൊണ്ടുന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ചു കളയും. അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. അനുസരണക്കേട് കാണിച്ചു. എത്ര പറഞ്ഞാലും ദൈവത്തെ കേൾക്കുന്നില്ലേ? ദൈവം പറയുകയാണ്, എന്റെ മുഖമല്ല ഞാൻ അവർക്ക് കാണിക്കാൻ പോകുന്നത്, എന്റെ പുറമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീണ്ടെടുക്കപ്പെട്ട ശേഷം നമ്മൾ കർത്താവിന്റെ സഭയിൽ കടന്നു ചെല്ലുമ്പോൾ 7 അനുഗ്രഹങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനെ പറയുന്നത് 7-fold consummation of God's purpose. ഫൈനൽ റിഡംഷന്റെ
7 കൂട്ടം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം വെളിപ്പാട് 22:4 അവർ അവന്റെ മുഖം കാണും. They shall see his face. That is unclouded fellowship. ഭാര്യഭർത്താക്കന്മാർ അന്യോന്യം കാണുന്നു, സംസാരിക്കുന്നു, അവരുടെ മധ്യത്തിൽ ഒന്നുമില്ലേ. പാപം വന്നു കഴിഞ്ഞാൽ ഒരു മൂടുപടത്തിന്റെ അനുഭവം അവിടെ ഉണ്ടാകും. ദൈവത്തിന് ഇടപെടാൻ കഴിയില്ല. ദൈവം, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഒരു വിശ്വാസിന്റെ ജീവിതത്തിലും ഈ മൂടുപടം വരാം. യഹൂദനെ അനുഗ്രഹിച്ചത് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി, തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഒരു യഹൂദന്റെ ജീവിതത്തിൽ ദൈവം മുഖത്തിന് പകരം പുറം കാണിച്ചു കൊടുത്തു. വിശ്വാസിന്റെ ജീവിതത്തിൽ ഇത് വരും. രക്ഷിക്കപ്പെട്ട വിശ്വാസിന്റെ ജീവിതത്തിൽ പാപം തുടർന്ന് ചെയ്യുകയാണെങ്കിൽ, പാപം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്താ കാരണം? God is so holy. God is so holy. നമ്മൾ 1 യോഹന്നാൻ 1 എന്താ വായിക്കുന്നത്? അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, as he is holy, if you walk in the light, as he is in the light, if you walk in the light, you will have fellowship. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടന്നാൽ. Brothers and sisters, can you imagine in what light God is dwelling? ദൈവം വസിക്കുന്ന വെളിച്ചം എത്ര വലുതാണെന്ന് ഓർത്തേ. അവനിൽ ഇരുട്ടൊട്ടുമില്ല, ഇരുട്ടുമായിട്ട് അവനൊരു ബന്ധമില്ല. പ്രവാചകന്മാർ പറയുന്നുണ്ട്, അതിക്രമം കാണാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്, അവനത് കാണാൻ പോലും സാധ്യമല്ല. അത്ര വിശുദ്ധനായ ഒരു ദൈവം യോഹന്നാൻ രേഖപ്പെടുത്തി, അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, സോറി, as he is in the light, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ ആ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകും. ദൈവത്തോട് കൂട്ടായ്മ വേണം. നമ്മൾ എത്ര വില കൊടുക്കണം? ഞാൻ ഇങ്ങനെ തുറന്നു പറയട്ടെ, we will never lose the sonship, but we can lose the fellowship with God. Let me remind it once again. We will never lose the sonship. ഒരിക്കലും പുത്രത്വം നമുക്ക് നഷ്ടപ്പെടില്ല. രക്ഷിക്കപ്പെട്ട നമ്മുടെ ദൈവമക്കളാണ്. We will be the children of God even in all eternity. Whatever happens to us, രക്ഷിക്കപ്പെട്ടു എന്ന ഏക കാരണത്താൽ we will never lose the sonship, but we will lose the fellowship. If we need the fellowship, നമ്മൾ ഓർക്കണം, ഈ മൂടുപടം വന്നു വീഴാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, മൂണിന് പ്രകാശമില്ല, പക്ഷെ മൂന്ന് രാത്രിയിൽ ആകാശത്ത് തിളങ്ങി നിൽക്കുകയാണ്. ഇറ്റ് ഈസ് ഓൺലി റിഫ്ലക്റ്റിംഗ് ദ ലൈറ്റ് ഓഫ് സൺ. എന്നാൽ ചിലപ്പോൾ കാണാൻ മൂന്ന് കാണാനേ ഒക്കില്ല. അതിന്റെ ഇടയ്ക്ക് ക്ലൗഡ്സ് വന്നിട്ട് അതിനെ മായ്ച്ചു കളയും. അതുപോലെ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വാക്യമുണ്ട്. അതായത് പരദേശിക്കും വീണുപോയ മനുഷ്യനും പരദേശിക്കും വീണ ലോകത്തിനും മധ്യത്തിൽ ഒരു വാക്യം വെച്ചിട്ടുണ്ട്. ഈ സത്യമാണ് പഠിപ്പിക്കുന്നത്. Genesis chapter 2 verses 25. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ വായിച്ചു പോകും. പക്ഷെങ്കിൽ നമ്മൾ ഓർക്കണം, it is that verses in between paradise and the fallen world. പരദേശിക്ക് വീണുപോയ ലോകത്തിനും ഇടയ്ക്കുള്ള ഒരു വാക്യമാണ്. എന്താ വാക്യം? മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. They were naked but they were not ashamed. But they were ashamed when sin came inside. Sin always covers. അവിടെ തൊട്ട് മനുഷ്യൻ ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് പോയി ഒളിച്ചിരിക്കുകയാണ്, അത്തിയ കൊണ്ട് മൂടുകയാണ്. നമ്മൾ ഓർക്കണം, ഇന്നും ദൈവത്തിന്റെ മുന്നിൽ പ്രാഗൽഭ്യത്തോടെ വരാൻ മടിയുള്ളത് അല്ലെങ്കിൽ അസാധ്യമായി തീർക്കുന്നത് ഈ പാപമാണ്. Whenever sin is there we will be trying to cover something. ഈ വാക്യം ഈ രണ്ട് ഇതിന് മധ്യത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കേൾക്കാതെ വരുന്നത്, ഞാൻ വാക്യങ്ങൾ നോട്ട് ചെയ്ത് എടുക്കുന്നില്ല. യെശയ്യാവ് 59:1-2 വാക്യം വായിച്ചാൽ, നിങ്ങളുടെ പാപമത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖം മറച്ചത്. അവന്റെ മുഖം നമ്മുടെ മേൽ ഉയർത്തുകയാണ്, എന്നാൽ അവൻ കേൾക്കാതെ അവന്റെ ചെവി അടച്ചു, അവന്റെ മുഖം മറച്ചു. യെശയ്യാവ് 59:1-2 വാക്യം. ഇറ്റ് ഈസ് അവർ സിൻ. നമ്മൾ ഓർക്കുക, കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, മൂടുപടം നീങ്ങിയ മുഖത്തിൽ കണ്ണാടി പോലെ അവന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുകയാണ്.
കണ്ണാടി നമുക്കറിയാം. പഴയ നിയമ ഏടുകളിൽ ലാബർ പിത്തള തൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞത് സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടിയുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 38 എന്തിനാണെന്ന് കൂടെ വായിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 38 പെട്ടെന്ന് പോകാം, ഞാൻ ഇത് കണ്ടുപിടിക്കണ്ടല്ലോ. എക്സോഡസ് ചാപ്റ്റർ 38 അവിടെ പുറപ്പാട് 38 വാക്യം നോക്കിയാട്ടെ. സഭാഗൃഹ കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകൾ ദർപ്പണം, അതായത് കണ്ണാടി മിറർ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിന്റെ താമ്രക്കാലും ഉണ്ടാക്കി. അന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടികളില്ല. ആ കണ്ണാടികള് പോളിഷ്ഡ് ബ്രാസസ് ആണ്. അപ്പോൾ പോളിഷ്ഡ് ബ്രാസ് അതുപോലെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുക, അത് മുഖം റിഫ്ലക്ട് ചെയ്യും. ആ കണ്ണാടി എടുത്തിട്ടാണ് സെക്കൻഡ് സമാഗമന കൂടാരത്തിലെ രണ്ടാമത്തെ ഉപകരണം പിത്തള തൊട്ടി ഉണ്ടാക്കിയത്. ഈ പിത്തള തൊട്ടി എന്തിനാ അവിടെ വെച്ചത്? പുറപ്പാട് 30 നോക്കിയാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 30 30 അതിന്റെ 20-21 നോക്കിയാട്ടെ. 20-21 അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകുക. യാഗപീഠത്തിങ്കൽ വന്ന് നിരപ്പ് പ്രാപിച്ചവർ ദൈവത്തെ ആരാധിപ്പാൻ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് വെള്ളം കൊണ്ട് കഴുകണം. എത്ര വലിയ പാഠമാണ് പത്രോസിനോട് കർത്താവ് സംസാരിച്ചത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പത്രോസിന്റെ കാലുകൾ കഴുകാൻ ചെന്നപ്പോൾ നീ കഴുകരുതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇഫ് ഐ ഡോണ്ട് വാഷ് യു, you will not have fellowship with me, you will not have any part with me. യോഹന്നാൻ 13:8 അത് വായിക്കുന്നുണ്ട്. ആ കഴുകൽ നമുക്ക് ദിനംതോറും ആവശ്യമാണ്. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, ദൈവസനയിൽ കടന്നു വരുമ്പോൾ, ദൈവമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് വേണമെങ്കിൽ നമ്മളിലുള്ള അഴുക്കുകളെ കഴുകിക്കളയണം. മൂടുപടം ഒരിക്കലും വീഴാൻ നമ്മൾ അനുവദിക്കരുത്. ആ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കും. ഞാൻ ഓർപ്പിച്ചു, ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ഈ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നോക്കുക, അത് പഠിക്കാനായിട്ട് നമുക്ക് പ്രേരണ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? when we have that fellowship with God. അഭേദ്യമായ ഒരു കൂട്ടായ്മ ദൈവത്തോടുള്ളപ്പോഴാണ് അവന്റെ വചനം അറിയാൻ, അത് പഠിക്കാൻ, ആ നമ്മുടെ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഭംഗം വന്നാൽ അത് നമ്മളെ ബാധിക്കും, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മള് ഈ വാക്യം 2 കൊരിന്ത്യർ 3:18 മൂടുപടം നീങ്ങിയ മുഖത്തിൽ കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി ഞാൻ ഓർപ്പിച്ചു. ദൈവവചനം നമ്മൾക്ക് വേണ്ടി ക്രമീകരിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചു, ശലോമോന്റെ മേശ, യാഗപീഠം എത്തി. യാഗപീഠത്തിൽ ലേവ്യ പുസ്തകം 1 തൊട്ട് 6 വരെയുള്ള അധ്യായം, 5 വരെയുള്ള അധ്യായങ്ങളിൽ 5 യാഗങ്ങളാണ്. ഈ യാഗങ്ങളെ മുഴുവനൊന്ന് ക്രോഡീകരിച്ചാൽ either of which is offered on the altar is made out of flour, either it is flour or made out of flour. ഒന്നുകിൽ അത് നേരിയ മാവ് അല്ലെ മാവുകൾ ഉണ്ടാക്കിയാൽ, or it is meat. ഇത് രണ്ടുമല്ലാതെ യാഗപീഠത്തിൽ ഒന്നും അർപ്പിക്കുന്നില്ലേ? It is the same thing in Solomon's table. ശലോമോന്റെ മേശ 1 രാജാക്കന്മാർ 4-ാം അധ്യായം എടുത്തു നോക്കിയാൽ, 1 Kings chapter 4 verses 22 onwards, അവിടെ വായിക്കുന്നുണ്ട്, തടിപ്പിച്ച മൃഗങ്ങളെ, കാള, മ്ലാവ്, ഇറച്ചിയാണ്, പിന്നീട് മാവാണ്. On Solomon's table it is either made of flour or made out of meat. 1 Kings chapter 4 verses 22 onwards ഞാൻ വായിക്കുന്നില്ലേ? എന്തിനാണ് ദൈവം ഇങ്ങനെ ക്രമീകരിച്ചത്? ആ മേശയില് അവർക്ക് കൊടുത്ത ആഹാരം, അവിടെ മീനുമൊന്നുമില്ല ശലോമോന്റെ മേശയിൽ. ആ രാജാവിന് മീൻ കൊടുത്തുകൂടെ? ദൈവം ക്രമീകരിച്ചത് നോക്കുക, മാംസവും മാവുമാണ്. യാഗത്തിലും മാംസവും മാവുമാണ്. ആ മാവ് മീൽ ഓഫറിംഗിൽ, ആ മാവ് യേശുക്രിസ്തുവിന്റെ ജീവിതം, മാംസം അവന്റെ മരണം. സോ വിശ്വാസിക്ക് കൊടുത്തിരിക്കുന്ന ആഹാരം, സ്പിരിച്വൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ കുറിച്ചുള്ള മോറൽ ഗ്ലോറി, അവനെ കുറിച്ചുള്ള സ്നേഹം,
അവനെ കുറിച്ചുള്ള വസ്തുതകൾ അത് പഠിക്കുന്നവരും നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നു, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. From glory to glory. We will be changing glory to glory. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഓടിച്ച് തീർക്കണമല്ലോ പെട്ടെന്ന്. മത്തായി സുവിശേഷം ഈ വിധത്തിൽ തിരുവചനം ധ്യാനിക്കാത്തവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. ഞാൻ പറയുന്നത് രാത്രി കിടക്കാൻ നേരം ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതല്ല ഞാൻ ഈ പറഞ്ഞത്. Most of the believers are like that. എന്തോ മനസ്സിനൊരു തൃപ്തിക്ക് വേണ്ടി ആ ബൈബിളിന്റെ അടുത്ത് ഒരു ചെറിയ സങ്കീർത്തനം വായിക്കാൻ പറയും. വായിച്ചിട്ട് പ്രാർത്ഥിച്ച ചെക്കണം. അതല്ല ഇവിടെ പറഞ്ഞത്. മെഡിറ്റേറ്റ്. ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. മത്തായി സുവിശേഷം 12-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു സംഭവം, ഒരു ഉപമ ഞാൻ ചൂണ്ടിക്കാണിക്കാം. മാത്യു ചാപ്റ്റർ 12. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാതിരുന്ന നമ്മൾ ഓർക്കണം, ഒരു എക്സ്പെൽഷീവ് പവർ ഉണ്ട് ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ്ങിന്. ഇല്ലെങ്കിലോ 12-ാം അധ്യായത്തിന്റെ 43 തൊട്ട് 44 വരെയുള്ള വാക്യം. മാത്യു ചാപ്റ്റർ 12 വേഴ്സസ് 43 to 45. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിലൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു വന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്നു അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവന് പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വളരെ വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. അടിച്ചു വാരിയിട്ട ഒരു വീടെല്ലാം വൃത്തിയാക്കി. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കുകളുണ്ടോ? കർത്താവ് യഹൂദനെ നോക്കിക്കൊണ്ടായി പറയുന്നത്. അടിച്ചു വാരിയിട്ട വീട് എല്ലാം വൃത്തിയായി. ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരാളെ. അദ്ദേഹം അതിനെയൊക്കെ നീര് ഉള്ള സ്ഥലം നോക്കി നടക്കുക. കാരണം തണുപ്പാ വേണ്ടിയത്. വാട്ടർലെസ് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷ്. ഡ്രൈ പ്ലേസ്, ഒരു വിശ്രമത്തിന്. അന്വേഷിച്ച് നടന്നിട്ട് കണ്ടില്ല. തിരിച്ചു വന്നപ്പോ എല്ലാം അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. അനേകർ മാനസാന്തരപ്പെട്ടു. എന്നാൽ ആ യഹൂദന്റെ സ്ഥിതി പിന്നത്തേതിൽ വളരെ വഷളായി. കാരണം എന്തോ പറ്റി? 7 ഭൂതങ്ങളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് പാർപ്പിച്ചു. ഈ തലമുറയ്ക്ക് അങ്ങനെ പറ്റുമെന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ പൈശാചികൻ 7 ഭൂതങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കയറി താമസിച്ചത്? എന്താ കാരണം? അതിന്റെ കാരണം ഒരു കാരണമേ ഉള്ളൂ. താമസിപ്പിക്കേണ്ടവനെ ആ വീട്ടിൽ താമസിപ്പിച്ചില്ല. യേശുക്രിസ്തുവിനെ അവിടെ താമസിപ്പിക്കേണ്ടതായിരുന്നു യഹൂദന്മാർ. യേശുക്രിസ്തുവിനെ അടിച്ചുവാരിയിട്ടത്, മാനസാന്തര സ്നാനയോഹന്നാൻ കൊടുത്തത്, ആ വീടിനെ വൃത്തിയാക്കിയത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ്. പക്ഷേ ക്രിസ്തുവിനെ അവർ പാർപ്പിച്ചില്ല. അവിടെ പിന്നീട് അവരുടെ സ്ഥിതി എത്ര വഷളായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വരുത്തിയ വലിയ മാനസാന്തരം, ഈ മാനസാന്തര ശേഷം നമ്മൾ കർത്താവിനെ അവന്റെ കർത്തൃത്വത്തിലേക്ക് അംഗീകരിച്ച് അവനെ അവിടെ ഇരുത്തിയില്ലെങ്കിൽ നമുക്ക് ഇത് വലിയ പ്രശ്നമായി. ഞാൻ തിരുവചനത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഏതാണ്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നോക്കുക, നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്കിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ച പോലെ ഒന്ന് വായിച്ചിട്ട്, ഒരു സങ്കീർത്തനമെടുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിച്ച് കിടക്കുന്നതല്ല ഈ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുക്കുമ്പോൾ ഈ 6-ാം അധ്യായത്തിൽ എന്നെ ഭക്ഷിക്കുന്നവൻ എന്നുള്ള വാക്ക് അനേക പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാൽ ആ ഭാഗം ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കർത്താവ് പർപ്പസ്ലി 2 ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നു. യൂസസ് 2 ഗ്രീക്ക് വേർഡ്. അത് നമ്മളെ വളരെ കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ
അതിന്റെ 5-ാം വാക്യം നോക്കട്ടെ. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫാഗോ എന്ന വാക്കാണ്. ഗ്രീക്കില് ഫാഗോ എന്നാണ്. അത് സാധാരണ ഭക്ഷണം ഭക്ഷിക്കാൻ എവിടെ നിന്ന് നമ്മൾ വാങ്ങും എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിന് ശേഷം നോക്കിയാട്ടെ, എല്ലാ വാക്യവും എടുക്കുന്നില്ല. 51, 54, 56, 57, 58, 53 ഈ വാക്യങ്ങളിൽ അനേക പ്രാവശ്യം കർത്താവ് പറയും. 51-ാം വാക്യം നോക്കിയാട്ടെ, ഈ അപ്പം തിന്നുന്നവൻ, he that eateth, continuous tense ആണ്. 53 തിന്നാതെയും തിന്നുകയും. 56-ാം വാക്യം എന്റെ മാംസം തിന്നുകയും. 57 എന്നെ തിന്നുകയും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വേറെ ഒരു വാക്കാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ട്രാഗോ എന്നുള്ള വേർഡാണ്. ഫാഗോ എന്നുള്ള വാക്കല്ല, ട്രാഗോ എന്നുള്ള വേർഡാണ്. ട്രാഗോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ചൂ ചെയ്യുക, ചവയ്ക്കുക, അരയ്ക്കുക, ചവച്ചരയ്ക്കുക. എന്നാൽ 5-ാം വാക്യത്തിൽ പറഞ്ഞത് ഭക്ഷിക്കുക എന്നുള്ള വാക്കാണ്. നമ്മൾ എവിടെ നിന്ന് ഇവർക്ക് ആഹാരം ഭക്ഷിപ്പാൻ നോക്കും? അത് ഫാഗോ എന്നുള്ള വേർഡാണ്. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. എന്നാൽ എന്റെ മാംസം തിന്നാതെയും എന്റെ മാംസം തിന്നുകയും എന്നെ തിന്നുന്നവൻ, അവിടെ he that eateth, he that drinketh, present active participle ആണ്. It is a continuous process. അത് അരച്ചിങ്ങനെ ചവച്ച് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, he that eateth me, he that drinketh my blood. എന്നെ തിന്നുന്നവൻ, എന്നെ കുടിക്കുന്നവൻ. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പടിയിലെ ഏടുകളിൽ കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുത്ത കൽപ്പനകളിൽ ഏത് മാംസം നിങ്ങൾ ഭക്ഷിക്കാമെന്ന് പറയുമ്പോൾ ഒരു വാക്യം നമുക്ക് നോക്കാം. ലേവ്യപുസ്തകം 11-ാം അധ്യായം. ആവർത്തനത്തിലൊക്കെ ഉണ്ട്, ഞാൻ എടുക്കുന്നില്ല. ലേവ്യപുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യം നോക്കാം. ലേവ്യപുസ്തകം 11-ന്റെ 2-3 വാക്യം. നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ. മൃഗങ്ങള് കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് 2-ആയി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും തിന്നാം. കുളമ്പ് പിളർന്നിരിക്കണം, അയവിറക്കണം. ഈ 2 ക്യാരക്ടറുള്ള മാംസം നിങ്ങൾക്ക് തിന്നാം. നമ്മള് ഒന്ന് ധ്യാനിച്ചു നോക്കി. chewing the cud and cooked meat. പിളർന്ന ഹൂഫ് അല്ലെങ്കിൽ കുളമ്പ്, അതുപോലെ അയവിറക്കണം. നമ്മള് അറിയാം, പശുക്കള്, ആട്, ഇതൊക്കെ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന സാധാരണ മൃഗങ്ങളാണ്. അവ ഇഷ്ടംപോലെ പുല്ലുമൊക്കെ കാർന്ന് തിന്നിട്ട് എവിടെങ്കിലും രാത്രി പോയി കിടന്നിട്ട് അത് തിന്നതിങ്ങനെ ചവച്ചരച്ചുകൊണ്ടിരിക്കും, ചൂ ചെയ്തുകൊണ്ടിരിക്കും. ആ മൃഗങ്ങളെ ശ്രദ്ധിച്ചാൽ അതിന്റെ കുളമ്പ് പിളർന്നതാണ്. അതിന്റെ നടപ്പിന് ഒരു ശാന്തതയുണ്ട്. അല്ലാത്ത മൃഗങ്ങളും അത് കടിച്ചു കീറാൻ നടക്കുന്ന മൃഗങ്ങളാണ്. അല്ലാത്ത മൃഗങ്ങൾ അവ എപ്പോഴും അജയിലാണ്. അതിങ്ങനെ ചാടി മാംസം തിന്നാൻ വേണ്ടി നടക്കുമ്പോൾ ഈ മൃഗങ്ങൾ ഹൗ ക്വൈറ്റ് ദേ ആർ. അവയുടെ മാംസം തിന്നോളാൻ പറഞ്ഞു. ദൈവം അവിടെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അയവിറക്കുന്ന എന്റെ സഹോദരന്മാരെ, കർത്താവ് ഇതാണ് യോഹന്നാൻ 6-ൽ പറഞ്ഞത്. ചൂ ചെയ്യുന്ന നമ്മള് ഈ ആഹാരം ഇങ്ങനെ കാർന്നെടുത്ത് തിന്നിട്ട് രാത്രിയിലൊക്കെ കിടന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ടിരിക്കുക. അവന്റെ തേജസ്സിന് മേൽ തേജസ് നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കും. ഈ കർത്താവിനെ കുറിച്ച് പഠിക്കുന്നതോറും അറിയുന്നതോറും അത് ചവച്ചരയ്ക്കുന്നതോറും നമ്മളിങ്ങനെ ചൂ ചെയ്യുന്നതോറും നമ്മളിനത് കൂടുതലായി അത് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ 2 വ്യക്തികളെ കർത്താവ് തിരുവചനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഓടിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം നോക്കിയാട്ടെ. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ഓർത്തു, ഇദ്ദേഹം എന്താ ധ്യാനിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. ഉൽപ്പത്തി പുസ്തകം 24-ന്റെ
63 ഇസഹാക്കിനെ കുറിച്ച് പറയുകയാണ്. അവിടെ വായിക്കുന്നുണ്ട്, വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയി. ഈസാക്കിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ബൈബിളില്ലേ? എന്തോ അതിന്റെ ധ്യാനിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 66 ഗ്രന്ഥങ്ങളുടെ ശേഖരം ദൈവം ക്രമീകരിച്ച് നമ്മുടെ കയ്യിൽ തന്നു. നമ്മളിത് വായിച്ചു തീർക്കാൻ തന്നെ ഒരു വർഷം നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ധ്യാനിക്കാൻ തുടങ്ങിയാൽ എന്തുമാത്രമുണ്ട്, ഇത് പഠിക്കാൻ എന്തുമാത്രമുണ്ട്. ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയെന്ന് പറയുമ്പോൾ എന്താണ് ഇസഹാക്ക് ധ്യാനിച്ചത്? അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈബിളുണ്ടോ? അതോ വല്ലതും എഴുതി കൊടുത്തിട്ടുണ്ടോ? അന്നൊന്നും എഴുതിയിട്ടില്ല. മോശയുടെ കാലത്തെയുള്ള ഈ പഞ്ചഗ്രന്ഥം എഴുതി. വേറൊരാളെ നോക്കി ഞാൻ ചിന്തിച്ചു, തന്റെ പിതാവിന് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം. തന്റെ പിതാവിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്റെ ദൈവത്തിന്റെ മഹത്വം തനിക്ക് വെളിപ്പെടുത്തിയത് പിതാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വസ്തുതകൾ ധ്യാനിപ്പാൻ കൂടി ഞാനൊരു ഭാഗം കൂടെ എടുത്തോട്ടെ. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ്. നഥനയേലിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം കർത്താവ് പറയുന്ന ഒരു ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47-ഉം 48-ഉം വാക്യം. ഇതാ സാക്ഷാൽ ഇസ്രായേൽ. നഥനയേൽ തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്ന് യേശു ഉത്തരം പറഞ്ഞു. ദിസ് ഈസ് എ പ്രൈവറ്റ് ടോക്കൺ. നഥനയേല് അത്തിയുടെ കീഴിൽ ഇരിക്കുക. യഹൂദന്മാരുടെ വീടിന്റെ മുന്നിലൊക്കെ അത്തിയുണ്ട്. വളരെ ഇട തൂർന്നു കിടക്കുന്ന നല്ല തണലുള്ള വൃക്ഷങ്ങൾ. ഇതിന്റെ ചോട്ടിൽ ഇവർ പോയിരിക്കും ധ്യാനിക്കാൻ. യേശുക്രിസ്തു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ അത്തിയുടെ കീഴിൽ ഇരുന്ന് എന്നെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, വരാനിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. പരീശന്മാര് അങ്ങാടിയിൽ വന്ദന മുഖ്യ ആസനം. അവരെ മതഭക്തന്മാരായി പലതും നേടുവാൻ അവരെ ശ്രമിച്ചു. മതത്തിന്റെ അവരെ കർത്താവ് കണ്ടില്ലേ? ഒരു മനുഷ്യൻ, ഒറ്റ മനുഷ്യൻ ഒരു അത്യവൃക്ഷത്തിന്റെ കീഴിൽ ഇരുന്ന് ഈ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവനെ കണ്ടു. സൗന്ദര്യ ഞാൻ എന്റെ ഭജന ശുശ്രൂഷ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ, അവനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവൻ നമ്മളെ കാണുന്നുണ്ട്. നഥനയേലിനെ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടുവെങ്കിൽ നമ്മൾ ഓർക്കണം, നിത്യതയിൽ വളരെ വ്യക്തമായി ഒരു ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. മനുഷ്യരുടെ പുനരുത്ഥാനം ഔവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അനേക പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ H.A. ഐൻസ്റ്റൈൻ, അഗസ്റ്റിൻ മുതലായവർ പറഞ്ഞത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: അവർ glory will depend upon our devotion down here. ഇവിടെ ഈ വിധത്തിൽ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഡിവോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും അല്ലാതെ ജീവിച്ചൊരു മനുഷ്യനും തമ്മിൽ വ്യത്യാസം സ്വർഗത്തിൽ കാണും. There will be difference in glory. നഥനയേലിനോട് പറഞ്ഞു, നീ അവിടെ ഇരുന്ന് എന്നെ ഓർത്തപ്പോൾ ഞാൻ നിന്നെ കണ്ടു. He is seeing it. നിർത്തട്ടെ, ഒരു വാക്യം കൂടെ ഒന്ന് ഓർമ്മിച്ച് ഞാൻ നിർത്തിയേക്കാം. അനേക വാക്യങ്ങൾ ഞാൻ കുറിച്ചു വെച്ചു അതോടുള്ള ബന്ധത്തിൽ. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ വചനം ഇരിക്കും. ഒരു യൗവനക്കാരൻ തന്റെ പാപം ചെയ്യാതെ 119 സങ്കീർത്തനം, നമുക്ക് ആ ഒരു വാക്യമെങ്കിലും ഒന്ന് വായിക്കാം. എന്നാൽ അനേക വാക്യങ്ങളിൽ ഈ കാര്യം ദൈവം എടുത്തു പറയുന്നുണ്ട്. 119 11 വാക്യം നോക്കാട്ടെ. Psalms 119:11 അവിടെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഇസ്രായേലിന് കൊടുത്തു കൽപ്പന. പുറപ്പാട് ദിവസം 6-ാം അധ്യായത്തിൽ
നിന്റെ ഹൃദയത്തിൽ ഈ വചനം ഇരിക്കണം. നീ രാവും പകലും നീ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അത് ഓർക്കണം. ദൈവത്തിനായ വചനം തന്നത് അവന്റെ മഹത്വം നമ്മൾ ദർശിക്കുമ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുത്തും. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. ഒരിക്കൽ കർത്താവിന്റെ സ്ഥലം ചെല്ലുമ്പോൾ നാം എത്രത്തോളം രൂപാന്തരപ്പെട്ടു എന്നുള്ളത് അവിടെ വെളിപ്പെടും. ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇങ്ങനെ ഒരു ധ്യാനിക്കുന്ന ജീവിതം സൗന്ദര്യ ഘനമായത്, സത്യമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത്, മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. അത് നമ്മുടെ പുതിയ മനുഷ്യനെ ശക്തിപ്പെടുത്തും. പഴയ മനുഷ്യനിലുള്ള മോഹങ്ങളൊക്കെ മാറിപ്പോകും. നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു പുതിയ തുടക്കം ആട്ടെ. ബൈബിള് വായിച്ച് ഒന്ന് തൃപ്തിപ്പെടാനായിട്ടല്ല,